നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. നാടകീയതകൾക്കൊടുവിൽ തൊടുപുഴ നഗരസഭാ ഭരണം നിലനിർത്തി LDF. UDFിലെ ഭിന്നതകളെ തുടർന്ന് ലീഗ് LDFിന് വോട്ട് ചെയ്തതോടെയാണ് സബീന ബിഞ്ചു നഗരസഭാ അധ്യക്ഷയായത്. ചെയർമാൻ സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസും ലീഗും തമ്മിലുള്ള തർക്കം കയ്യാങ്കളിയിലാണ് കലാശിച്ചത്. SYS സാന്ത്വന പ്രവർത്തനം ഇടുക്കി ജില്ലയിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നത് ശ്ലാഘനീയമാണെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. തൊടുപുഴ ടൗൺ ലയൺസ് ക്ലബിന്റെ 2024-2025 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. ഹോട്ടൽ ഹിൽഗേറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് അമർനാഥ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിന് നേതൃത്വം നൽകി. കാട്ടാന ഭീഷണിക്കെതിരെ കോതമംഗല റേഞ്ചിലെ പുന്നേക്കാട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പുന്നേക്കാട് കവലയിൽ നിന്ന് ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. ജോസ്കോ ജുവലേഴ്സിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിനികളായ ആദിത്യ മനോജ് ഗോൾഡ് ടവറിന്റെയും സുമൻ ഫർസാന KL ഡയമണ്ട് പാലസിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. നാടകീയതകൾക്കൊടുവിൽ തൊടുപുഴ നഗരസഭാ ഭരണം നിലനിർത്തി LDF. UDFിലെ ഭിന്നതകളെ തുടർന്ന് ലീഗ് LDFിന് വോട്ട് ചെയ്തതോടെയാണ് സബീന ബിഞ്ചു നഗരസഭാ അധ്യക്ഷയായത്. ചെയർമാൻ സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസും ലീഗും തമ്മിലുള്ള തർക്കം കയ്യാങ്കളിയിലാണ് കലാശിച്ചത്. നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ മുസ്ലിം ലീഗ് പിന്തുണയോടെ തൊടുപുഴ നഗരസഭയിൽ CPM സ്വതന്ത്ര ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടു. ചെയർപേഴ്സണായി 17ാം വാർഡ് കൗൺസിലർ സബീന ബിഞ്ചുവാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ചെയർമാൻ പദവിയെ ചൊല്ലി UDFിലെ ഘടകകക്ഷികൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും വെവ്വേറെ സ്ഥാനാർത്ഥികളെ നിർത്തിയതോടെയാണ് കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും അധികാരം LDFിന് ലഭിച്ചത്. വോട്ടെടുപ്പിൽ ഹാജരായ 32 കൗൺസിലർമാരിൽ ലീഗിന്റെ 5 പേരുൾപ്പെടെ 14 വോട്ടുകൾ സബീന ബിഞ്ചുവിന് ലഭിച്ചു. UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോൺഗ്രസിലെ K ദീപകിന് 10 വോട്ടുകളാണ് ലഭിച്ചത്. 8 അംഗങ്ങളുള്ള BJP അവസാനവട്ട വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. വോട്ടവകാശമുള്ള 34 അംഗങ്ങളുള്ളതിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാതിരുന്നതിനാൽ 3 ഘട്ടങ്ങളായാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് പ്രതിനിധി K ദീപക്, മുസ്ലിം ലീഗിലെ MA കരീം, CPM സ്വതന്ത്ര സബീന ബിഞ്ചു, BJPയിലെ C ജിതേഷ് എന്നിവരാണ് മത്സരിച്ചത്. ആദ്യ റൗണ്ടിൽ ദീപകിന് 7ഉം കരീമിന് 6ഉം ജിതേഷിന് 8ഉം സബീന ബിഞ്ചുവിന് 10ഉം വോട്ടുകൾ ലഭിച്ചു. കേരള കോൺഗ്രസ് പ്രതിനിധി ജോസഫ് ജോണിന്റെ 1 വോട്ട് അസാധുവായി. രണ്ടാം ഘട്ടത്തിൽ കുറഞ്ഞ വോട്ട് നേടിയ MA കരീമിനെ മാറ്റി നിർത്തി നടത്തിയ വോട്ടെടുപ്പിൽ സബീന ബിഞ്ചു 10, K ദീപക് 9, C ജിതേഷ് 8 എന്ന നിലയിൽ വോട്ട് ലഭിച്ചു. ലീഗ് കൗൺസിലർമാരുടെ 5 വോട്ടുകൾ അസാധുവായി. ലീഗ് സ്വതന്ത്രനായി വിജയിച്ച ജോർജ് ജോൺ, മുൻ ചെയർമാൻ സനീഷ് ജോർജ് എന്നിവരുടെ വോട്ടുകൾ ദീപകിന് ലഭിച്ചു. ഇതേ ചൊല്ലി നഗരസഭാ ഓഫീസിന് പുറത്ത് കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ ഏറ്റുമുട്ടി. പരസ്പരമുള്ള പോർവിളികൾക്കും അസഭ്യവർഷവും വലിയ സംഘർഷത്തിലേക്ക് എത്താതെ പോലീസ് ഇടപെട്ടാണ് നിയന്ത്രിച്ചത്. ഇതിനുശേഷം അടുത്ത റൗണ്ടുകളിൽ LDFിന് അനുകൂലമായി നിലപാടെടുക്കണമെന്ന് ലീഗ് ജില്ലാ നേതൃത്വത്തിലുള്ളവർ തങ്ങളുടെ കൗൺസിലർമാർക്ക് നിർദ്ദേശം നൽകി. പാർട്ടി നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞ് BJP സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തി നടത്തിയ അവസാന റൗണ്ട് വോട്ടെടുപ്പിൽ സബീന ബിഞ്ചുവിന് 14 വോട്ട് ലഭിച്ചപ്പോൾ K ദീപകിന് 10 വോട്ടുകളാണ് ലഭിച്ചത്. മൂന്നാം ഘട്ടത്തിൽ 5 ലീഗ് കൗൺസിലർമാർ LDFിനാണ് വോട്ട് രേഖപ്പെടുത്തിയത്. CPM സ്വതന്ത്രയായ മെർലി രാജു UDFിന് വോട്ട് ചെയ്തു. ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ S നായർ വരണാധികാരിയായിരുന്നു. പിന്നീട് സബീന ബിഞ്ചു സബ് കളക്ടർക്ക് മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 35 അംഗ കൗൺസിലിൽ 11ാം വാർഡ് അംഗമായിരുന്ന മാത്യു ജോസഫ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനായതോടെ 34 അംഗങ്ങളാണ് ഭരണസമിതിയിലുള്ളത്. ഇതിൽ LDFിലെ 2 അംഗങ്ങൾ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. CPM അംഗമായ R ഹരി, CPI അംഗം ജോസ് മഠത്തിൽ എന്നിവരാണ് വോട്ടെടുപ്പിൽ പങ്കെടുക്കാതിരുന്നത്. രോഗബാധിതനായതിനാൽ R ഹരി പങ്കെടുക്കാതിരുന്നതെന്ന് CPM നേതൃത്വം പറഞ്ഞു. ജോസ് മഠത്തിൽ വിട്ടുനിന്നതിന്റെ കാരണം അറിവില്ലെന്നാണ് CPI അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിപണന മേഖലയിൽ സ്വദേശി ഉൽപ്പന്നങ്ങളുടെ മുന്നേറ്റം ത്വരിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തൊടുപുഴ കാർഡ്സ് വില്ലേജിന്റെ നേതൃത്വത്തിൽ സംരംഭക വിപണന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് 16-ന് വെങ്ങല്ലൂർ കാർഡ്സ് വില്ലേജ് സ്ക്വയറിൽ സംരംഭക വിപണന സംഗമം സംഘടിപ്പിക്കുമെന്ന് കാർഡ്സ് ചെയർമാൻ ആന്റണി കണ്ടിരിക്കൽ അറിയിച്ചു. കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലെ സംരംഭകർക്കാണ് സംഗമത്തിൽ പങ്കെടുക്കുവാനുള്ള അവസരം ലഭിക്കുന്നത്. അരുൺ അടിക്കുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്.
കർഷകരുടെ കൂട്ടായ്മകളായ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനികൾക്ക് വ്യത്യസ്തവും ഗുണമേന്മയുള്ളതുമായ നിരവധി ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അവർക്ക് ശരിയായ വിപണി സാധ്യതകൾ കണ്ടെത്തുവാൻ സാധിക്കാറില്ല. വൻകിട കമ്പനികളുടെ പരസ്യങ്ങളും വിപണന ആസൂത്രണത്തിലെ അവരുടെ പ്രത്യേകതകളുമൊക്കെയാണ് ഈ പ്രതിസന്ധികൾക്കെല്ലാം കാരണം. പ്രൊഡ്യൂസർ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ തടയപ്പെടുന്ന സാഹചര്യത്തെ അതിജീവിക്കുവാനും സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് തനതായ വിപണി കണ്ടെത്തുവാനും ഇതര ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനികൾക്ക് സാഹചര്യം ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തൊടുപുഴയിലെ കർഷകരുടെ കൂട്ടായ്മയായ കാർഡ്സ് പുതിയ സംരംഭക വിപണന പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. തനി നാടൻ ഉൽപ്പന്നങ്ങൾക്ക് എന്നും ആവശ്യക്കാർ ഏറെയാണെന്ന സത്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പദ്ധതി രൂപപ്പെടുത്തിയിരിക്കുന്നതെന്ന് കാർഡ്സ് ചെയർമാൻ ആന്റണി കണ്ടിരിക്കൽ വ്യക്തമാക്കി. പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവിന് വേണ്ടി 10,000-ഓളം സംരംഭങ്ങൾ ആരംഭിക്കണമെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് നിഷ്കർഷിച്ചിട്ടുള്ളത്. കേരളത്തിലും അതിന് ആനുപാതികമായി വൻതോതിലുള്ള വ്യവസായവൽക്കരണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. 50,000 മുതൽ 5 കോടിയോ 10 കോടിയോ വരെയുള്ള സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ധാരാളം തുക സബ്സിഡിയായും മറ്റ് ലോണുകളായും എല്ലാം നൽകി വരുന്നുണ്ട്. ഇതിൽ പ്രചോദനം ഉൾക്കൊണ്ട് ധാരാളം ചെറുപ്പക്കാർ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഇത്തരം മേഖലയിൽ വന്നിരിക്കുന്ന ആളുകൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള പ്രാദേശികമായ വിപണി ഇല്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇത്തരം ഗുണമേന്മയേറിയ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനും ഇപ്പോൾ ചെറിയ യൂണിറ്റുകൾക്ക് കഴിയുന്നില്ല. അപ്പോൾ പ്രാദേശിക വിപണിയിൽ ശക്തമായ സ്വാധീനം ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് നിലനിൽക്കെ പ്രാദേശിക തലത്തിൽ എന്തുകൊണ്ട് വിപണന സംവിധാനം രൂപപ്പെടുത്തിക്കൂടാ എന്നുള്ള കാർഡ്സിൻ്റെ ചിന്തയിൽ നിന്നാണ് ഈ സംരംഭങ്ങളെ സഹായിക്കുന്നതിനായി സ്വദേശി സൂപ്പർ മാർക്കറ്റുകളുടെ ഒരു വലിയ നിര രൂപീകരിക്കാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ പ്രാഥമികമായി തൊടുപുഴയിൽ 2, എറണാകുളത്ത് 1 സ്വദേശി സൂപ്പർ മാർക്കറ്റുകൾ നിലവിലുണ്ട്. ആ മാർക്കറ്റുകളിലൂടെ ഏകദേശം 200-ഓളം ഇത്തരത്തിലുള്ള മൂല്യവർദ്ധിത യൂണിറ്റുകൾ, MSME യൂണിറ്റുകൾ അവിടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നുണ്ട്. എന്നാൽ ഇതുകൊണ്ട് മാത്രം ഇത്തരം സംരംഭങ്ങളുടെ വിപണന സൗകര്യം ഉറപ്പാകുന്നില്ല. അതുകൊണ്ട് കാർഡ്സ് മുൻകൈയെടുത്ത് ഇതിന് ആവശ്യാനുസരണമുള്ള ഫ്രാഞ്ചൈസി ഷോപ്പുകൾ കേരളത്തിൽ ഉടനീളം കൊടുക്കുവാനും അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ളതിൽ കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ 75 ഫ്രാഞ്ചൈസി ഷോപ്പുകൾ ആരംഭിക്കുന്നതിനുമാണ് ലക്ഷ്യമിടുന്നത്. ഈ ലക്ഷ്യം സാധ്യതമാകണമെങ്കിൽ തീർച്ചയായിട്ടും സംരംഭകരെ കൂട്ടിയോജിപ്പിച്ച് അവരിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് പ്രാദേശിക തലത്തിൽ തന്നെ വലിയ ഡിമാൻഡ് ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ സംരംഭകരുടെ ഒരു സംഗമം, വിപണന സംഗമം അടുത്ത 16-ാം തീയതി വെള്ളിയാഴ്ച ഇവിടെ കാർഡ്സ് വില്ലേജ് സ്ക്വയറിൽ വെച്ച് നടക്കുകയാണ്. ഇതിൽ 3 ജില്ലകളിലെ സംരംഭകരെയാണ് ആദ്യഘട്ടത്തിൽ ക്ഷണിക്കുന്നത്. അത് കാർഷിക വിഭവങ്ങളുടെ മൂല്യവർദ്ധിത യൂണിറ്റുകളാകാം, കാർഷിക അധിഷ്ഠിത യൂണിറ്റുകളാകാം, കാർഷികേതര യൂണിറ്റുകളും ഇവിടെ സ്വീകാര്യമാണ്. അപ്പോൾ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഇന്ന് പൊതുജനങ്ങളിൽ നല്ലൊരു ശതമാനം, ഏതാണ്ട് 30% ആളുകൾ ഇന്ന് താല്പര്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള വിഭവങ്ങളെയാണ്. ഉദാഹരണമായി നമ്മുടെ അരി കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെയാണ് ഇവിടെ വരിക. വിവിധ പേരുകളിൽ വളരെ നല്ല കവറിലൊക്കെ വരുന്നുണ്ട്. ഏത് ഇനം അരിയാണെന്ന് പോലും അറിയാൻ പാടില്ലാതെ തവിടില്ലാത്ത പ്യുവർ വൈറ്റ് ആയിട്ടുള്ള അരിയാണ് ഇവിടെ വരുന്നത്. അതിന് യാതൊരു ഗുണവുമില്ല എന്നുള്ള കാര്യം ഇന്ന് നല്ലൊരു ശതമാനം ആളുകൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കാർഡ്സ് അതിനുവേണ്ടി ചെയ്യുന്നത് വിവിധ മേഖലകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട നെൽകർഷകരിൽ നിന്ന് അവർ പ്രോസസ്സ് ചെയ്ത് നല്ല കുറ്റി അരിയാക്കി തവിടോട് കൂടിയുള്ള അരി വിപണനം ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ബാങ്കുകളുടെ എല്ലാ സഹായത്തോടു കൂടി സ്വയം തൊഴിൽ കണ്ടെത്തി ഇത്തരം ആളുകളെ സഹായിക്കുക എന്നുള്ളത് കാർഡ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മമെന്ന് ഞങ്ങൾ കരുതുന്നു. അതിനുവേണ്ടി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഹാർദവുമായി 16-ാം തീയതി രാവിലെ 10:30 മണി മുതൽ 1 മണി വരെ കാർഡ്സ് വില്ലേജ് സ്ക്വയറിൽ തൊടുപുഴ വെങ്ങല്ലൂർ മങ്ങാട്ടുകര ബൈപ്പാസിൽ നടക്കുന്ന ഈ സംഗമത്തിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും തീരുമാനമെടുക്കുന്നതിനും വേണ്ടി ഓഗസ്റ്റ് 16-ന് വെള്ളിയാഴ്ച തൊടുപുഴ കാർഡ്സ് വില്ലേജ് സ്ക്വയറിൽ വെച്ച് സംരംഭക വിപണന സംഗമം നടത്തുമെന്ന് കാർഡ്സ് ചെയർമാൻ ആന്റണി കണ്ടിരിക്കൽ അറിയിച്ചു. കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലെ സംരംഭകർക്കാണ് സംഗമത്തിൽ പങ്കെടുക്കുവാനുള്ള അവസരം ലഭിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 10:30 മുതൽ 1 മണി വരെ നടക്കുന്ന സംഗമത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ എന്നിവ 9946593152 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. SYS സാധന പ്രവർത്തനം ഇടുക്കി ജില്ലയിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നത് ശ്ലാഘനീയമാണെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. SYS സംസ്ഥാന ക്യാമ്പയിൻ സ്പർശം 24 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ ഹാളിൽ വെച്ച് നടന്ന യോഗത്തിൽ ജില്ലാ അധ്യക്ഷൻ സയ്യിദ് അഹമ്മദ് ജിഫ്രി തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ ഉടുമ്പന്നൂർ ആമുഖം പറഞ്ഞു.
SYS സാന്ത്വന പ്രവർത്തനം ഇടുക്കി ജില്ലയിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നത് ശ്ലാഘനീയമാണെന്ന് MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. SYS സംസ്ഥാന ക്യാമ്പയിൻ സ്പർശം 24 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കിയുടെ വിവിധ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ഉരുൾപൊട്ടലിനെയും മലയിടിച്ചിലിനെയും ഒക്കെ പ്രയാസഘട്ടങ്ങളിലൂടെയൊക്കെ നമ്മുടെ നാട് കടന്നു പോയപ്പോൾ അവിടെ സേവനം നടത്തിയ നൂറുകണക്കിന് ആളുകളുമായി ബന്ധപ്പെടാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് കൂടുതൽ പരിശീലനം നൽകിക്കൊണ്ട് അവർക്ക് നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ ലെവലിൽ ലഭിക്കുന്ന ഈ വോളണ്ടിയർ സേനയ്ക്ക് ലഭിക്കുന്ന പരിശീലന പരിപാടികൾ അത് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതും ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യുന്നതുമാണ്. പ്രത്യേകിച്ചും നമ്മുടെ ജില്ല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അതിന് കൂടുതൽ ഉപകാരമുണ്ട് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് നല്ല തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സബ്ജക്റ്റായി, ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റായി സർക്കാർ അംഗീകരിച്ചിരിക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ സേവനങ്ങൾ പൂർണ്ണതോതിൽ ഇന്നുവരെയും ആയിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പാർലമെൻറ്റിൽ തന്നെയും അതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളും ബില്ല് അവതരണങ്ങളും ഒക്കെ തന്നെ, നിയമനിർമ്മാണങ്ങളും ഒക്കെ തന്നെ ഈ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. വരുന്ന പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പുതിയ ഒരു അമെൻമെൻറ്റ് ഉൾപ്പെടെ അതിലൂടെ വരികയാണ്. അപ്പോൾ അതിന് സമൂഹത്തിലെ എല്ലാ ആളുകളെയും കൂട്ടിച്ചേർക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്. അപ്പോൾ അതിന് മുൻപന്തിയിൽ നിന്ന് നേതൃത്വം കൊടുക്കാൻ ഒരുപടി ആളുകളെ സംഭാവന ചെയ്യുന്ന SYSന് സ്വാതന്ത്ര്യത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ SYS ജില്ലാ അധ്യക്ഷൻ സയ്യിദ് അഹമ്മദ് ജിഫ്രീദ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ ഉടുമ്പന്നൂർ ആമുഖം പറഞ്ഞു. സെറ്റ് അംഗങ്ങൾക്കായി നടത്തിയ സ്പർശം പ്രോഗ്രാമിൽ SYS സംസ്ഥാന നേതൃത്വം അബ്ദുൽ സലാം മുസലിയാർ ദേവർഷോള, അബൂബക്കർ മാസ്റ്റർ പടിക്കൽ, MM ഇബ്രാഹിം തൃശൂർ എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. സാമൂഹികം, സാംസ്കാരികം, സാന്ത്വന ചർച്ചകൾ തൊടുപുഴ, അടിമാലി, ഇടുക്കി എന്നീ 3 സോൺ തിരിച്ച് നടന്നു. സയ്യിദ് ജിഫ്രി തങ്ങൾ, ഷറഫുദ്ദീൻ, കബീർ, സുഹുരി തുടങ്ങിയവർ യഥാക്രമം സോണുകളിൽ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. ജില്ലാ സാന്ത്വനം ചെയർമാൻ അബ്ദുൽ കബീർ സുഹുരി, ജില്ലാ സാന്ത്വനം സെക്രട്ടറി സാക്കീർ അമ്മക്കുന്നേൽ ജില്ലാ സാന്ത്വനം റിപ്പോർട്ട് സ്ഥിതിഗതികൾ അവതരിപ്പിച്ച് സംസാരിച്ചു. കേരള മുസ്ലിം ജുമാഅത്ത് ജില്ലാ സെക്രട്ടറി അബ്ദുൽ കരീം സഖാഫി ഇടുക്കി ആശംസകൾ അർപ്പിച്ചു. മുസ്തഫ അഹ്സനി, ഷിഹാബുദ്ദീൻ സഖാഫി, ഷംസുദ്ദീൻ മുസലിയാർ, ഹാഷിം, അടിമാലി മുഹമ്മദ് റാസി എന്നിവർ സംസാരിച്ചു. ജംഇയ്യത്തുൽ ഉലമ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് ബാഖവി സമാപന ദുആയും നിർവഹിച്ചു. അജ്മൽ സഖാഫി നന്ദി പ്രകാശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. തൊടുപുഴ ടൗൺ ലയൺസ് ക്ലബിന്റെ 2024-2025 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. ഹോട്ടൽ ഹിൽഗേറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് അമർനാഥ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിന് നേതൃത്വം നൽകി. പുതിയ പ്രസിഡന്റായി വർഗീസ് ഉതുപ്പും സെക്രട്ടറിയായി VT ബൈജുവും ട്രഷററായി ജോസ് മാത്യു നീരോലിക്കലും ചുമതലയേറ്റു. സർവീസ് പ്രൊജക്ടായി ഓട്ടോറിക്ഷകളിൽ സ്ഥാപിക്കുന്ന ഫസ്റ്റ് എയ്ഡ് ബോക്സിന്റെ ഉദ്ഘാടനം ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം നിർവഹിച്ചു. തൊടുപുഴ ടൗൺ ലയൺസ് ക്ലബിന്റെ 2024-25 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. ഹോട്ടൽ ഹിൽഗേറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് അമർനാഥ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിന് നേതൃത്വം നൽകി. നിങ്ങൾ ഇതിൽ പങ്കുചേരുമ്പോൾ നിങ്ങളും ഇതിന്റെ ഒരു കൂട്ടായ്മ ഈ പങ്കുചേരുകയാണ്. കാര്യം ഒരാള് നമ്മളെല്ലാവരും സേവനം ചെയ്യുന്നവരാണ് പല രീതികൾ, പക്ഷെ കൂട്ടായി പ്രവർത്തിച്ച് കൂട്ടായി ഒരു സേവനം ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ പ്രസ്ഥാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇതിന്റെ ഒരു ഭാഗമാകാൻ നിങ്ങൾ തീരുമാനിച്ചതിൽ സന്തോഷം. അപ്പോൾ വിത്ത് ദ പെർമിഷൻ ഓഫ് ദ എൻറ്റയർ മെമ്പേഴ്സ് ഓഫ് ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ ടൗൺ, please repeat after me. Give an oath and you have to repeat after me. പുതിയ പ്രസിഡന്റായി വർഗീസ് ഉതുപ്പും സെക്രട്ടറിയായി VT ബൈജു, ട്രഷററായി ജോസ് മാത്യു നീരോലിക്കൽ എന്നിവർ ചുമതലയേറ്റു. പുതിയ ഒരു പുതുമയുള്ള കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്ലബിൻ്റെ വകയായിട്ടൊരു അഗ്രികൾച്ചർ നഴ്സറി നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ക്ലബിന് സ്വന്തമായിട്ട് പ്രൊമീസസും അതിനോടൊപ്പം തന്നെ ചെയ്യണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റൊക്കെ ആയിട്ടുണ്ട്. അത് അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് അടുത്ത പ്രസിഡന്റിന് ഒരു ഓഫീസും ഒരു നഴ്സറിയും കൂടെ ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ വയനാട് ദുരിതമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു നല്ലൊരു സംഭാവന ചെയ്യണം നമുക്ക് ഉണ്ട്. അതിനുള്ള പണികൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ അർപ്പിച്ച വിശ്വാസം ഞാൻ
അതുകൊണ്ട് തന്നെ നല്ലതായിട്ട് അത് കാത്തു സൂക്ഷിക്കുമെന്നും അടുത്ത ദിവസം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. സർവീസ് പ്രോജക്റ്റായി ഓട്ടോറിക്ഷകളിൽ സ്ഥാപിക്കുന്ന ഫസ്റ്റ് എയ്ഡ് ബോക്സിന്റെ ഉദ്ഘാടനം ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം നിർവഹിച്ചു. സണ്ണിച്ചൻ സെബാസ്റ്റ്യൻ, ജെയ്സ് ജോൺ, ഷിൻസ് സെബാസ്റ്റ്യൻ, ജോയ് അഗസ്റ്റിൻ, ഷിബു അലക്സ്, സനൽ എന്നീ ഭാരവാഹികളും മറ്റു ക്ലബ്ബുകളിലെ അംഗങ്ങളും കുടുംബസമേതം യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിന് ജെൻസ് സണ്ണിയും നന്ദി പറഞ്ഞു. ഞാൻ സ്വന്തമാക്കി ന്യൂസ് ബ്യൂറോ തൊടുപുഴ. യുവമോർച്ച വണ്ണപ്പുറം പഞ്ചായത്ത് സമ്മേളനം വണ്ണപ്പുറം അറ്റ്ലാന്റ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. യുവമോർച്ച പഞ്ചായത്ത് പ്രസിഡന്റ് അമൽ രാജു അധ്യക്ഷത വഹിച്ചു. BJP ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KS സജി മുഖ്യപ്രഭാഷണം നടത്തി. യുവമോർച്ച വണ്ണപ്പുറം പഞ്ചായത്ത് സമ്മേളനം വണ്ണപ്പുറം അറ്റ്ലാന്റ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. മോദിജിയുടെ സന്ദർശനമൊക്കെ കഴിഞ്ഞ് ഞാൻ വയനാട് കൽപ്പറ്റയിൽ ഒരു കടയിലിരിക്കുന്നപ്പോൾ ആ കടയിലെ ഒരു മുസ്ലിം സഹോദരൻ എന്നോട് പറയുകയാണ്, നരേന്ദ്രമോദിജി തിരിച്ചു പോയപ്പോൾ ഞങ്ങളുടെയൊക്കെ ഹൃദയവും കൊണ്ടാണ് മോദിജി ഡൽഹിയിലേക്ക് പോയിരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയെ ഞങ്ങളൊക്കെ ഒരുപാട് തെറ്റിദ്ധരിച്ചു. ഞങ്ങൾക്ക് ആശ്വാസമാകാൻ മോദിജി തന്നിട്ടുള്ള ആത്മവിശ്വാസം, ഞങ്ങൾക്കെല്ലാത്തിനെയും അതിജീവിക്കാൻ നിങ്ങൾ തന്നിട്ടുള്ള ആത്മവിശ്വാസം അത് ചെറുതൊന്നുമല്ല എന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. മോദിജി പറഞ്ഞത് ദുരിതാശ്വാസത്തിനുള്ള തുക, ദുരിതാശ്വാസത്തിന് സാമ്പത്തികം ഒരു വിഷയമല്ല, പൈസ ഒരു വിഷയമല്ല എന്നുള്ള ഉറപ്പാണ് കേരളത്തിന് നൽകിയത്. 2000 കോടി രൂപ വേണമെന്നാണ് ഇന്നലെ രാവിലെ മുതൽ കേരളത്തിലെ CPM നേതാക്കന്മാർ മുഴുവൻ പറയുന്നത്. 2000 കോടി വേണം, 2000 കോടി വേണം. CPM-കാര നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തിയത് വയനാട്ടിലെ നഷ്ടം 2000 കോടിയാണ് എന്നുള്ളത്? ഈ പറയുന്ന ഉരുൾപൊട്ടൽ മേഖലകളിലെല്ലാം ഉണ്ടായിട്ടുള്ള സാമ്പത്തിക നഷ്ടത്തിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ കണക്ക് സംസ്ഥാന ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. യുവമോർച്ച പഞ്ചായത്ത് പ്രസിഡന്റ് അമൽ രാജു അധ്യക്ഷത വഹിച്ചു. BJP ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KS അജി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി അദീന ഭാരതി, ജില്ലാ പ്രസിഡന്റ് വിഷ്ണു പുതിയത്, ജനറൽ സെക്രട്ടറി ഗോകുൽദാസ്, BJP മണ്ഡലം പ്രസിഡന്റ് അബു KK, അജിത് കുമാർ, സുരേഷ് തട്ടുപുരയ്ക്കൽ, മിനി രാജു, ചന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്നു. അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ജി സമാപന പ്രസംഗം നടത്തി. ചടങ്ങിൽ അദീന ഭാരതി, ഉത്രാടം കണ്ണൻ, രാജേഷ് പൂവശ്ശേരി, അഡ്വക്കേറ്റ് അഭിജിത്ത് വട്ടപ്പാറ, അഡ്വക്കേറ്റ് അഭിരാം മേനോൻ, അഡ്വക്കേറ്റ് KR ഹരി എന്നിവരെ ആദരിച്ചു. സംഘാടക സമിതി ചെയർമാൻ അനുരാജ് രാജൻ സ്വാഗതവും കൺവീനർ KR ഹരി നന്ദിയും രേഖപ്പെടുത്തി. സമ്മേളനത്തിൽ വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ വണ്ണപ്പുറം. കാട്ടാന ഭീഷണിക്കെതിരെ കോതമംഗലം റേഞ്ചിലെ പുന്നേക്കാട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പുന്നേക്കാട് കവലയിൽ നിന്ന് ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. മാർച്ചിലും പ്രതിഷേധ യോഗത്തിനും കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ്, കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ നേതൃത്വം നൽകി. കാട്ടാന ഭീഷണിക്കെതിരെ കോതമംഗലം റേഞ്ചിലെ പുന്നേക്കാട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കീരമ്പാറ, കുട്ടമ്പുഴ പഞ്ചായത്തുകളിൽ ദൈനംദിന വന്യമൃഗശല്യം വർദ്ധിച്ച് ജനജീവിതം ദുരിതമായതായി ചൂണ്ടിക്കാട്ടിയാണ് കോതമംഗലം റേഞ്ചിലെ പുന്നേക്കാട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. അതുപോലെ തന്നെ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ പരിസരങ്ങളിൽ പ്രത്യേകിച്ച് നമുക്കറിയാം, ആലപ്പുഴ ജില്ലയിലേക്കാളും വലിയൊരു ജില്ലയായ കുട്ടമ്പുഴ പഞ്ചായത്തിലേക്ക് ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന പുന്നേക്കാട് തട്ടേക്കാട് റൂട്ടിൽ കഴിഞ്ഞ 2-3 കൊല്ലങ്ങളായി കാട്ടാന ശല്യം വർദ്ധിച്ചു വരുമ്പോൾ കഴിഞ്ഞ ദിവസമുണ്ടായ വളരെ ദയനീയമായ ഒരു സംഭവം ഉണ്ടായി നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന സജി എന്ന് പറഞ്ഞ ഒരാളെ യസ്കുള വെച്ച് ആന ആക്രമിക്കുകയും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഈ പ്രശ്നം
രൂക്ഷമായി മുന്നോട്ടേക്ക് പോയാൽ നമുക്കിവിടെ ഈ പഞ്ചായത്തിലും കുട്ടമ്പുഴ പഞ്ചായത്തിലും ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ സംജാതമാകുമെന്നതിന് അതിനെതിരായിട്ടുള്ള സമരമാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ശക്തമായി, ഇത് നമുക്ക് ആർക്കും എതിരുള്ള സമരമല്ല, പക്ഷെ നമുക്ക് ജീവിക്കുവാനുള്ള സമരമാണ്. ഗവൺമെന്റുകൾ, വനംവകുപ്പെല്ലാം ഇത് കണ്ടുകൊണ്ട് കൃത്യമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് വന്യമൃഗങ്ങളുടെ വളർച്ച, അല്ലെങ്കിൽ നമുക്കറിയാം വന്യമൃഗങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജാതിമത രാഷ്ട്രീയത്തിന് അതീതമായി കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെയും കുട്ടമ്പുഴ പഞ്ചായത്തിലെയും സകല ആളുകൾ ഒന്നിച്ചുകൂടി ഈ സമരം നടത്തുന്നത്. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. ഇവിടെ സമരത്തിന്റെ നമ്മൾ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ്. മുൻ വില്ലേജ് ഉദ്യോഗസ്ഥനായിരുന്ന കുട്ടമ്പുഴ സ്വദേശി കപ്പിലാമൂട്ടിൽ സജിയെ തട്ടേക്കാട് എസ് വളവിന് സമീപം വെച്ച് കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തലമുടി നാരിഴയ്ക്കാണ് സജി രക്ഷപ്പെട്ടത്. ജനജീവിതം ദുസ്സഹമായ സാഹചര്യത്തിൽ അടിയന്തരമായി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗങ്ങൾ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ മാർച്ച് നടത്തി. പുന്നേക്കാട് കവലയിൽ നിന്ന് ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. മാർച്ചിനും പ്രതിഷേധ യോഗത്തിനും കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ്, കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തിവെള്ള കയ്യൻ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ രാജു എബ്രാഹിം, KO കുര്യാക്കോസ്, നാരായണൻ നായർ, ജോജീസ് കറിയ, ബിനോയി സി, പുല്ലാൻ KA കൊച്ചുകുരു, PA മാമച്ചൻ, PA പാപ്പു, കീരമ്പാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ, ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോമി തെക്കേക്കര, പഞ്ചായത്ത് അംഗങ്ങളായ CB KA, ബേസിൽ ബേബി, സിനി ബിജു, മഞ്ജു സാബു, VC ചാക്കോ എന്നിവരും നിരവധി നാട്ടുകാരും പങ്കെടുത്തു. ജിജോ ആന്റണി സ്വാഗതവും ഗോപി മുട്ടത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിറപുത്തരി ചടങ്ങുകൾ നടന്നു. ക്ഷേത്രമേൽശാന്തി മാങ്കുളത്തില്ലത്ത് ശങ്കരൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മാങ്കുളത്തില്ലത്ത് വിഷ്ണു നമ്പൂതിരി, പുത്തൻമഠം കൃഷ്ണൻ നമ്പൂതിരി, ഇഞ്ചൂരില്ലത്ത് ഗോവിന്ദൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് സഹകാർമ്മികത്വവും വഹിച്ചു. ശബരിമല ഉൾപ്പെടെയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ നിറപുത്തരിക്ക് നെന്മാറ, കൊല്ലംകോട് നിന്നാണ് കതിരെത്തിക്കുന്നത്. തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിറപുത്തരി ചടങ്ങുകൾ നടന്നു. ക്ഷേത്രം മേൽശാന്തി മാങ്കുളത്തില്ലത്ത് ശങ്കരൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മാങ്കുളത്തില്ലത്ത് വിഷ്ണു നമ്പൂതിരി, പുത്തൻമഠൻ കൃഷ്ണൻ നമ്പൂതിരി, ഇഞ്ചൂരില്ലത്ത് ഗോവിന്ദൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് സഹകാർമ്മികത്വം വഹിച്ചു. ശബരിമല ഉൾപ്പെടെയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ നിറപുത്തരിക്ക് നെന്മാറ, കൊല്ലംകോട് നിന്നാണ് കതിരെത്തിക്കുന്നത്. നെൽക്കതിരിന്റെ കൂട്ടത്തിൽ ആലില, മാവില, നെല്ലി, ഇല്ലീല എന്നിവയാണ് കതിരിന്റെ കൂട്ടത്തിൽ പൂജിച്ചു കെട്ടി ഭക്തജനങ്ങൾക്ക് നൽകുന്നത്. വീട്ടിൽ ഐശ്വര്യവും ധാന്യവും നിറയ്ക്കാൻ നിറപുത്തരി ശ്രീ ഭഗവതിയെ കുടിയിരുത്തുന്ന ചടങ്ങ്. വീട്ടിൽ ഐശ്വര്യവും അറയിലും പത്താഴത്തിലും ധാന്യവും നിറയ്ക്കുന്ന ചടങ്ങാണ് നിറപുത്തരി. കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് പത്താഴത്തിൽ നിറയ്ക്കും മുൻപ് ഗ്രഹവും പരിസരവും അറയും പത്താഴവും അതിനൊപ്പം നമ്മുടെ മനസ്സും ശുദ്ധമാക്കുന്ന ഈ ചടങ്ങ് ക്ഷേത്രങ്ങളിലും പതിവുണ്ട്. മൂദേവിയെ പുറത്താക്കി ഐശ്വര്യദേവതയായ ശ്രീ ഭഗവതിയെ കുടിയിരുത്തുന്നു എന്നാണ് സങ്കല്പം. കർക്കടകത്തിന്റെ രണ്ടാം പകുതിയിലും ചിലയിടങ്ങളിൽ ചിങ്ങത്തിലും നടത്തുക പതിവുണ്ട്. കൊയ്തെടുത്ത നെൽക്കറ്റ ഗ്രഹത്തിന്റെ വാസ്തുവിന് പുറത്തു കൊണ്ടുവന്ന് വയ്ക്കും. വീട്ടിലെ മുറികളെല്ലാം അരിമാവ് കൊണ്ട് അണിഞ്ഞിരിക്കും. തുടർന്ന് ഭഗവതി പൂജ. പൂജാമധ്യത്തിൽ കറ്റകൾ വീട്ടിലേക്ക് എഴുന്നള്ളിച്ച് പൂജിക്കും. ദേവിക്ക് സമർപ്പിച്ച നിവേദ്യവും കറ്റയിൽ നിന്നുള്ള ഓരോ നെൽക്കതിരും ഓരോ മുറിയിലും അരിമാവണിഞ്ഞ സ്ഥലത്ത് ഇലയിൽ വയ്ക്കും. കാഞ്ഞിരത്തിന്റെ ഇലയാണ് ഇതിനായി ഉപയോഗിക്കാറുള്ളത്. കണ്ണട എന്ന് പറയുന്ന ചെറിയ അടയാണ് സാധാരണ നിറപുത്തരിക്ക് നിവേദ്യമായി തയ്യാറാക്കാറുള്ളത്. ഓരോ മുറിയിലും ശ്രീ ഭഗവതിയെ കുടിയിരുത്തുന്നു എന്നാണ് സങ്കല്പം. കറ്റയിൽ നിന്ന് 1-2 പിടി അറവാതിൽക്കലും പൂമുഖത്തും കെട്ടിത്തൂക്കും. ബാക്കിയുള്ള കറ്റ മെതിച്ചുകുത്തി ആ അരി കൊണ്ട് പുത്തരിച്ചോറ് തയ്യാറാക്കി കഴിക്കണമെന്നാണ് വിധി. ക്ഷേത്രങ്ങളിൽ പലയിടത്തും പുത്തരി പായസം നിവേദിക്കുക പതിവുണ്ട്. മനുഷ്യന്റെ അധ്വാനത്തിന്റെ ഫലത്തെയാണ് വീട്ടിലേക്ക് എഴുന്നള്ളിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാർഷിക വൃത്തിക്കും കർഷകർക്കും ഉള്ള അംഗീകാരവും ആദരവും കൂടിയാണിത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ജോസ്കോ ജുവലേഴ്സിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിനികളായ ആദിത്യ മനോജ് ഗോൾഡ് ടവറിന്റെയും
സുമൻ ഫർസാന KL ഡയമണ്ട് പാലസിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ മുനിസിപ്പൽ കൗൺസിലർ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ മുഖ്യാതിഥിയായി പങ്കെടുത്തു. എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലിയിൽ 50% വരെ കിഴിവ് ഉൾപ്പെടെ നിരവധി ഓഫറുകൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തൊടുപുഴ ജോസ്കോ ജുവല്ലേഴ്സിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിനികളാണ് ഉദ്ഘാടനം നടത്തിയത്. ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ ആദിത്യ മനോജ് ഗോൾഡ് ടവറിന്റെയും പാലാ സെന്റ് തോമസ് കോളേജിലെ സുമൻ ഫർസാന KL ഡയമണ്ട് പാലസിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ മുനിസിപ്പൽ കൗൺസിലർ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഉദ്ഘാടന ദിവസത്തെ ആദ്യ 25 പർച്ചേസ് ബില്ലുകളിൽ നിന്ന് നറുക്കെടുക്കുന്ന ഒരാൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിച്ചു. എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലിയിൽ 50% വരെ കിഴിവ്. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവ്. വിവാഹ പർച്ചേസുകൾക്ക് ഹോൾസെയിൽ വില. ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ട്രഡീഷണൽ ആൻഡ് കിഡ്സ് കളക്ഷൻസ് പഴയ സ്വർണ്ണാഭരണങ്ങൾ മികച്ച വിലയിൽ 916 HUID ആഭരണങ്ങളാക്കി മാറ്റുവാനുള്ള സുവർണ അവസരം. ഏതു ബഡ്ജറ്റിനും അനുയോജ്യമായ ആകർഷകമായ ഡിസൈനുകൾ. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം തുടങ്ങി ഓഫറുകളും സമ്മാനങ്ങളും മറ്റും ഉപഭോക്താക്കൾക്കായി ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമാണ് ഷോറൂമിന്റെ മറ്റൊരു പ്രത്യേകത. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വ്യാപാര ദിനാചരണത്തിന്റെ ഭാഗമായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് കിടപ്പ് രോഗികൾക്കായി സ്നേഹവിരുന്ന് ഒരുക്കി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് ഭാരവാഹികളും അംഗങ്ങളും പോത്താനിക്കാട് ബദനീശാലോ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിലെ കിടപ്പ് രോഗികൾക്ക് സ്നേഹവിരുന്നൊരുക്കി അവർക്കൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്തു.
വ്യാപാരികൾ ലാഭത്തിനായി മാത്രം പ്രവർത്തിക്കുന്നവരല്ലെന്നും സമൂഹത്തിലെ ദുരിതം അനുഭവിക്കുന്നവരെയും കഷ്ടത അനുഭവിക്കുന്നവരെയും സഹായിക്കുകയും അവരെ ചേർത്ത് പിടിക്കുന്ന ഉത്തരവാദിത്വവും കൂടി വ്യാപാരി സമൂഹത്തിനുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വ്യാപാര ദിനാചരണത്തിന്റെ ഭാഗമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് കിടപ്പു രോഗികൾക്കായി സ്നേഹവിരുന്നൊരുക്കി. ഓഗസ്റ്റ് 9 ദേശീയ വ്യാപാര ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തുന്ന സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് സ്നേഹവിരുന്ന് ഒരുക്കിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് ഭാരവാഹികളും അംഗങ്ങളും പോത്താനിക്കാട് ബദനി ശാലോം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിലെ കിടപ്പു രോഗികൾക്ക് സ്നേഹവിരുന്നൊരുക്കി അവർക്കൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്തു. വ്യാപാരികൾ ലാഭത്തിനായി പ്രവർത്തിക്കുന്നവർ മാത്രമല്ല, സമൂഹത്തിലെ ദുരിതം അനുഭവിക്കുന്നവരെയും കഷ്ടത അനുഭവിക്കുന്നവരെയും സഹായിക്കുകയും അവരെ ചേർത്ത് പിടിക്കുന്ന ഉത്തരവാദിത്വവും കൂടി വ്യാപാര സമൂഹത്തിനുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഓഗസ്റ്റ് 9 വ്യാപാര ദിനത്തോടനുബന്ധിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരി യൂണിറ്റ് ഈ വർഷം ഞങ്ങൾ തിരഞ്ഞെടുത്തത് പോത്താനിക്കാട് ഷാരോൺ ഭവൻ എന്ന സ്ഥാപനത്തിലാണ്. അവിടുത്തെ സിസ്റ്റർ ശൈവയുമായി സംസാരിച്ച് ഇവിടുത്തെ അന്തേവാസികൾ അശ്രിതരും അനാഥരുമായ 40ഓളം ആളുകളെ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരു നേരത്തെ ആഹാരം കഴിച്ച് ഞങ്ങൾ ഇവരുടെ ആ ദുഃഖങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് പലരും വ്യാപാരി വ്യവസായ യൂണിറ്റ് ഭാരവാഹികളും സിസ്റ്ററോടൊപ്പം ഞങ്ങൾ ചേർന്ന് ഇവിടെ അതിന് പിന്തുണ നൽകി ഞങ്ങൾ ആഹാരം കഴിച്ച് സന്തോഷത്തോടെ പിരിയുന്ന ഒരു ദിനമാണ്. യൂണിറ്റ് പ്രസിഡന്റ് MM അലിയാർ, യൂണിറ്റ് സെക്രട്ടറി MA ഷെറു, യൂണിറ്റ് ട്രഷറർ KJ ജോസ്, നിയോജകമണ്ഡലം യൂത്ത് വിംഗ് പ്രസിഡന്റ് PM ഷംജൽ, യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാർ CH സിദ്ദിഖ്, മിമി കവലിയിൽ, CM ഇൻഫാൽ, ജില്ലാ ഭാരവാഹികൾ ഉമ്മർ കുഞ്ചാട്ട്, ഉബൈസ് മൂക്കട, പോത്താനിക്കാട് ബദനി ശാലോ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഷീബ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുടിയത്തൂർ യൂണിറ്റ് കൺവെൻഷൻ കുടിയത്തൂർ ഗവൺമെന്റ് ULP സ്കൂൾ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് CC മോഹനന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം കട്ടപ്പന ബ്ലോക്ക് സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ KV വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി KP ശശിധരൻ പിള്ള ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുടയത്തൂർ യൂണിറ്റ് കൺവെൻഷൻ കുടയത്തൂർ ഗവൺമെന്റ് ന്യൂ LP സ്കൂൾ ഹാളിൽ നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് CC മോഹനന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം കട്ടപ്പന ബ്ലോക്ക് സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ KV വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് SSLCക്ക് എല്ലാ വിഷയത്തിനും A+ നേടിയ ഷർമിൻ കരീം, ആഷ്നമോൾ TS, ശ്രീനിധി നായർ SS, +2 എല്ലാ വിഷയത്തിനും A+ നേടിയ അഞ്ജലി മാത്യു, ദേവനന്ദ ബിനുകുമാർ, ജാസിം ഖാലിദ് ഖാൻ, വിജയ് രാജ്, അദ്വൈത് മനു, ദേവിക പ്രദീപ്, ആരതി ബിനോയ്, അബില ബിജു, ജസ്ന ജോജോ, ആൽഫിയ C ഹബീബ്, അഭിനവ് MS, ചന്ദന രാജേഷ്, ആഷ്ന TS എന്നിവരെയും കീം എൻട്രൻസ് പരീക്ഷയിൽ ST വിഭാഗത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ അഭിജിത് ലാൽ, കൂടാതെ 2023 വർഷത്തിൽ മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരം നേടിയ ഗായത്രി ഗണേഷ്, PV കൃഷ്ണപ്രിയ എന്നിവരെയും മൊമെന്റോ നൽകി ആദരിച്ചു. KSSPUവിൽ നവാഗതരായി വന്ന PE സുഹറ, PS ആഷ്ലി, CI വിനീത, സിസില K ജോസഫ്, പുഷ്പകുമാരി അമ്മാൾ, PH ഹാരിസ് എന്നിവർക്ക് അംഗത്വം നൽകി സ്വീകരിച്ചു. നവാഗതനായ CH ഹാരിസ് അംഗത്വം സ്വീകരിച്ച് യോഗത്തിന് നന്ദി രേഖപ്പെടുത്തി. കൺവെൻഷൻ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസ്ഥാന കൗൺസിൽ അംഗം MK ഗോപാലപിള്ള, ജില്ലാ ജോയിന്റ് സെക്രട്ടറി PP സൂര്യകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം KN സരസമ്മ, ബ്ലോക്ക് പ്രസിഡന്റ് MK ശിവൻകുട്ടി, ബ്ലോക്ക് സെക്രട്ടറി VK സലീം, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കുരുവിള ജേക്കബ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CS ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി KP ശശിധരൻ പിള്ള ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. കൺവെൻഷന് യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി PR നാരായണൻ സ്വാഗതവും TK സരസ്വതിയമ്മ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കുടയത്തൂർ. ചെറുതോണി ബസ് സ്റ്റാൻഡ് പ്രവർത്തനം തുടങ്ങിയില്ല. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പ്രഹസന ഉദ്ഘാടനമാണ് നടത്തിയതെന്നും ആരോപണം ശക്തം. കഴിഞ്ഞ ഫെബ്രുവരി 22-നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന മാമാങ്കം പലകുറി നടത്തിയിട്ടും ചെറുതോണി ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും ഇന്നും നോക്കുകുത്തിയായി അവശേഷിക്കുകയാണ്. 2018 പ്രളയത്തിലാണ് താൽക്കാലികമായി ഉണ്ടായിരുന്ന ചെറുതോണി ബസ് സ്റ്റാൻഡ് ഒലിച്ചുപോയത്. ഇതേ തുടർന്ന് പോലീസ് സ്റ്റേഷന് സമീപം ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിച്ചത്. ഇതിന്റെ നിർമ്മാണം പൂർത്തിയായിട്ട് മാസങ്ങളേറെയായി. ഇതേ തുടർന്ന് ഈ വർഷം ഫെബ്രുവരി 22-ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും നാടിന് സമർപ്പിച്ചു. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ടും ഒറ്റ ബസ്സുകൾ പോലും ഇവിടെ പ്രവേശിച്ചിട്ടില്ല. ഇന്നും ചെറുതോണിയിലെ പരിമിത സൗകര്യത്തിലാണ്
ബസ്സിൽ യാത്രക്കാരെ കയറ്റിയിറക്കുന്നത്. ഇവിടെ വെയിലും മഴയും ഏറ്റാണ് വിദ്യാർത്ഥികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നത്. ബസ് സ്റ്റാൻഡും പൊതു ശൌചാലയവും ഇല്ലാത്ത ടൗൺ എന്ന പേര് ചെറുതോണിക്ക് പണ്ട് സ്വന്തമായിരുന്നു. എന്നാൽ നിർമ്മാണം പൂർത്തിയായിട്ടും ബസ്സുകൾ സ്റ്റാൻഡിൽ പ്രവേശിക്കാത്തതിന് ന്യായീകരണവുമില്ല. ചാരി വെച്ച് ഉദ്ഘാടനം നടത്തിയ ഫലകമാകട്ടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ മറിഞ്ഞും കിടപ്പുണ്ട്. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രഹസന ഉദ്ഘാടനം നടത്തി നാട്ടുകാരെ പറ്റിക്കുകയായിരുന്നു എന്നത് വ്യക്തം. ചെറുതോണി ടൗണിൽ പോലീസ് സ്റ്റേഷനോടടുത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജില്ലാ പഞ്ചായത്തിൻ്റെയും MLAയുടെയും എല്ലാം ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പാതി വഴിയിലെത്തിയ ആ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തട്ടിക്കൂട്ടിയുള്ള ഉദ്ഘാടനം നടക്കുകയുണ്ടായി. 22/2/2024 അതിൻ്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞ മാമാങ്കം നടത്തിയത്. പക്ഷേ അവിടെ ബസ് എത്തിച്ചേരുകയോ ബസ് കയറി കിടക്കുകയോ ഇല്ലെങ്കിൽ ആളുകൾക്ക് അവിടെ നിൽക്കുവാനോ വിശ്രമിക്കുവാനോ ഉള്ള ഒരു സൗകര്യവും ഒരുക്കാതെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അതിൻ്റെ അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തുകയുണ്ടായി. പക്ഷേ അതൊന്നും ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യവുമല്ല ചെയ്തിരിക്കുന്നത്. ചില തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് വേണ്ടി മാറി വരുന്ന പഞ്ചായത്ത് ഭരണസമിതി ചെയ്യുന്ന ഇതുപോലുള്ള നെറികേടാണ് ഇടുക്കി ആസ്ഥാന മേഖലയിൽ നടക്കുന്നത്. ഇത് പറയുമ്പോൾ ലജ്ജ തോന്നുന്നു. കഴിഞ്ഞ 3 വർഷക്കാലമായി ഇടുക്കിയുടെ MLA മന്ത്രിയായിട്ടിരിക്കുന്ന ഈ പട്ടണത്തിൽ 1 രൂപ പോലും മുടക്കാതെ വെറുതെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഉദ്ഘാടന മാമാങ്കം നടത്തുന്ന ഈ സ്ഥിതി മാറ്റിക്കൊണ്ട് ജില്ലാ ആസ്ഥാനത്ത് പണിതിട്ടുള്ള ബസ് സ്റ്റാൻഡ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും മുന്നോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം പേ ആൻഡ് പാർക്ക് ആരംഭിച്ചു. സിസിലിയ ഹോട്ടലിന് എതിർവശം ആരംഭിച്ച പേ ആൻഡ് പാർക്കിന്റെ വെഞ്ചരിപ്പ് തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഫൊറോന പള്ളി വികാരി റവറൻ സ്റ്റാൻലി കുന്നിൽ നിർവഹിച്ചു. എല്ലാവിധ വാഹനങ്ങളും സുരക്ഷിതമായി പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് പ്രൊപ്പറേറ്റർ ബേബി തൊട്ടിയിൽ പറഞ്ഞു. ഒരു 1.5 വർഷം ഞാൻ നടത്തുന്നതിന് പുള്ളിക്കും പ്രോഫിറ്റബിളായ രീതിയിൽ നമ്മളത് ചെയ്തു. പിന്നെ ഇതെല്ലാം തടയാന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു ടൈപ്പ് കിട്ടിയതുകൊണ്ട് മാത്രം എനിക്ക് അത്രയും വലിയ ഒരു തൊഴിലത്തെ ഏറ്റവും വലിയൊരു പാർട്ടി എന്നെ യാതൊരു ഈടും ഈ എഗ്രിമെൻറ്റും ഇല്ലാതെ എന്നെ ഏൽപ്പിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ എന്നോടുള്ള വിശ്വസ്തത അത് ഞാൻ പൂർണ്ണമായിട്ടും കാത്തുസൂക്ഷിക്കുകയും ചെയ്യും. ഇത് വിജയകരമായിട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം വന്ന കസ്റ്റമേഴ്സുമായിട്ട് നല്ല ഡീലിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വിജയിപ്പിക്കാൻ പറ്റും. പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാത്റൂം സർവീസ് ഉണ്ട്. വന്ന ആൾക്കാർക്ക് ബാത്റൂമിനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ പാർക്ക് ചെയ്യുന്ന 24 മണിക്കൂറും നമ്മളിവിടെ കാണും. വണ്ടി സുരക്ഷിതമായിട്ട് 24 മണിക്കൂർ നമ്മൾ നോക്കും. പിന്നെ ഇത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇന്നാണ് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനത്തിന് ഫുൾ സിംഗിലൊന്നും ആയില്ല, പിടിയുന്നങ്ങൾ തുടങ്ങി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാടകീയതകൾക്കൊടുവിൽ തൊടുപുഴ നഗരസഭാ ഭരണം നിലനിർത്തി LDF. UDFിലെ ഭിന്നതകളെ തുടർന്ന് ലീഗ് LDFന് വോട്ട് ചെയ്തതോടെയാണ് സബീന ബിഞ്ചു നഗരസഭാ അധ്യക്ഷയായത്. ചെയർമാൻ സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസും ലീഗും തമ്മിലുള്ള തർക്കം കയ്യാങ്കളിയിലാണ് കലാശിച്ചത്. SYS സാന്ത്വന പ്രവർത്തനം ഇടുക്കി ജില്ലയിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നത് ശ്ലാഘനീയമാണെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. തൊടുപുഴ ടൗൺ ലയൺസ് ക്ലബിന്റെ 2024-2025 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. ഹോട്ടൽ ഹിൽഗേറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് അമർനാഥ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിന് നേതൃത്വം നൽകി. കാട്ടാന ഭീഷണിക്കെതിരെ കോതമംഗല റേഞ്ചിലെ പുന്നേക്കാട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പുന്നേക്കാട് കവലയിൽ നിന്ന് ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. ജോസ്കോ ജുവലേഴ്സിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിനികളായ ആദിത്യ മനോജ് ഗോൾഡ് ടവറിന്റെയും സുമൻ ഫർസാന KL ഡയമണ്ട് പാലസിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.